ലോകം മുഴുവൻ ഇന്ന് നമ്മുടെ രാജ്യം തിരിച്ചറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഒരു പൊതുസമ്മേളനത്തിൽ ഒരു കാര്യത്തിൽ സംബന്ധിക്കാൻ, ഔദ്യോഗികമോ അനൌദ്യോഗികമായ ഒരു കാര്യത്തിൽ സംബന്ധിക്കാൻ പോയാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്ക് കിട്ടുന്ന അതേ സീറ്റ്, അതേ കസേര കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അതെന്തുകൊണ്ടായിരിക്കും? ഈ പോകുന്ന ആളിന്റെ കപ്പാസിറ്റി കൊണ്ടാണ് എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഈ പോകുന്ന ആളിന്റെ 52 ഇഞ്ച് കൊണ്ടാണ് എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല. നമ്മുടെ ഭാരതത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച് ലോകത്തിനുള്ള ഒരു ചെറിയ കാഴ്ചപ്പാടുണ്ട്. അത് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ പൂർവ്വസൂരികളായ പിതാമഹന്മാരാണ്. മഹാത്മാഗാന്ധിയെ നമുക്ക് ഈ കാലത്ത് ഓർമ്മിക്കണം, സ്വാമി വിവേകാനന്ദനെ ഓർമ്മിക്കണം, ജവഹർലാൽ നെഹ്റുവിനെ ഓർമ്മിക്കണം, ശ്രീനാരായണ ഗുരുദേവനെ ഓർമ്മിക്കണം. അങ്ങനെ നമ്മുടെ മഹാപൂർവ്വ പിതാമഹന്മാർ ഉണ്ടാക്കി തന്ന ബൃഹത്തായ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമ്മുടെ നേതാവെന്ന് പറഞ്ഞ്, ഇന്ത്യയുടെ നേതാവെന്ന് പറഞ്ഞ ഒരാൾ ചെന്നാൽ ആ ആളിന് അമേരിക്കയുടെ പ്രസിഡന്റിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് തലവന്മാരുടെയും കൂടെ ഒരു കസേര കിട്ടുന്നത്. അല്ലാതെ കസേര കിട്ടാൻ ഒരു വഴിയുമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെയൊന്നും കയറി ഇരുത്തേണ്ട കാര്യമില്ല. ഇരിക്കുന്നതിനൊരു കാരണമുണ്ട്. അത് ഈ വൈവിധ്യ സമ്പൂർണമായ ഒരു സാഹചര്യത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യം ആയിരുന്നിട്ട് പോലും വ്യത്യസ്തങ്ങളായ ധാരാളം ധാരകൾ, സിരകൾ ഒരുമിച്ച് ഒഴുകിപ്പോകുന്ന ഒരു നാനാത്വത്തിലെ ഏകത്വം നിലനിർത്തുവാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ആരോഗ്യ സമ്പൂർണമായ ജനാധിപത്യം നിലനിർത്തുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ് ആ പ്രാധാന്യം നമ്മുടെ നേതാക്കന്മാർക്ക് കിട്ടുന്നത്. പക്ഷെ അതിന് എത്ര കാലം അത് നിലനിൽക്കും എന്നതിനെ സംബന്ധിച്ചെല്ലാം സത്യത്തിൽ നമ്മളെപ്പോലുള്ള ആളുകൾ വല്ലാതെ വഴുക്കുന്ന ദുസ്വപ്നങ്ങൾ കാണുന്ന ഒരു കാലമായിരുന്നു ഇത്. അപ്പോഴാണ് പ്രതീക്ഷയുടെ ഈ ഒരു നാളം ഉണ്ടാകുന്നത്. അതിനെ ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് നമ്മൾ ഈ സന്ധ്യയ്ക്ക്, ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. വിദ്യാഭ്യാസത്തെയും മതത്തെയും സാങ്കേതിക വിദ്യയെയും ഫാസിസം നടപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഭീകര ഭരണകൂടത്തിന്റെ കൈപ്പിടികളിൽ ജനാധിപത്യം ഒതുങ്ങിപ്പോകുന്ന ഒരു കാലം. നമുക്കറിയാം, ലോകത്ത് എല്ലായിടത്തും ഫാസിസം ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഏകാധിപതികളിലൂടെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയെ ഒരു ജനാധിപത്യ ചട്ടക്കൂടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഫാസിസം നടപ്പാക്കുന്നതിന് വിജയിച്ചിരിക്കുന്നു ഇന്ത്യയിലെ മത ഫാസിസം എന്ന അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനവരുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങളാണ്. വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റങ്ങൾക്ക് കുറിച്ചുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത്. അതൊരു ചെറിയ കാര്യം മാത്രമാണ്. ചെറിയ കാര്യം അല്ല അതിന്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന പൊതുപരീക്ഷകൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്ന പെട്ടെന്നുണ്ടായ പ്രബുദ്ധമായ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു കാരണം എന്ന രീതിയിൽ നമ്മൾ എടുത്താൽ മതിയാകും. ഈ സമര സാന്നിധ്യത്തിന്റെ അടയാളപ്പെടുത്തൽ നടത്തുന്ന പുതിയ തലമുറയുടെ കുഞ്ഞുങ്ങൾ അത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല മനസ്സിൽ കാണുന്നത് എന്ന തിരിച്ചറിവ് സന്തോഷകരമായ ഒന്നായി കാണണം. നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്രിയപ്പെട്ടവരെ, ഞാനും ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ KSTയിലും മറ്റ് സംഘടനകളിലും എല്ലാം ഉള്ള അധ്യാപക സുഹൃത്തുക്കളിനകത്തുണ്ട്. ഞങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണോ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെയും അതിന് മുകളിലേക്കും, പ്രത്യേകിച്ച് +2-നും അതിന് മുകളിലുമുള്ള കുട്ടികൾ ചരിത്രത്തിൽ പഠിക്കുന്നതല്ല? അതറിയണം. കേരളത്തിലും തമിഴ്നാട്ടിലും ഒഴിച്ചുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചരിത്ര പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ച ചരിത്രമല്ല പഠിക്കുന്നത് എന്നറിയണം. കേരളത്തിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അത് നടക്കാതിരിക്കുന്നു, കേരളത്തിലും തമിഴ്നാട്ടിലും അത് നടക്കാതിരിക്കുന്നത് കാരണം വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് മാത്രം കൊണ്ടാണ്. ഇപ്പോഴൊക്കെ ഇന്ത്യൻ ഫാസിസ്റ്റ് ഗവൺമെന്റ് വിദ്യാഭ്യാസത്തെ യൂണിയൻ ലിസ്റ്റിലേക്ക് പെടുത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റിലായത് കൊണ്ട് മാത്രം ആ ഒരു ബലത്തിൽ ഭരണഘടന നൽകുന്ന ആരോഗ്യത്തിലാണ് നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പോഴും പഴയ ചരിത്ര പുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ തപ്പി നോക്കിയാൽ അറിയാൻ കഴിയും എന്താണ് NCERT എന്ന് പറയുന്ന പാഠപുസ്തക പരിവേഷണ ഗവേഷണ സ്ഥാപനം ഇന്ത്യയിലെ ചരിത്ര പാഠപുസ്തകത്തിൽ വരുത്തിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനകത്ത് നിന്ന് നോക്കിയാൽ അതിനകത്തെല്ലാം വരും. ഈ കേരളത്തിൽ അതുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ലെന്ന് കാര്യം കാണാൻ കഴിയും, തമിഴ്നാട്ടിലും ഇല്ല. പക്ഷെ കർണാടകം ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിൽ
നമ്മൾ 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിനോ അല്ലെ പ്രീ ഡിഗ്രിക്കോ പ്ലസ് ടുവിനോ പഠിച്ച ചരിത്രമല്ല. അതിൽ പല മാറ്റങ്ങളുണ്ട്. അതിൽ ഒരു ചെറിയ മാറ്റമുള്ളത് ഗാന്ധിയെ സംബന്ധിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫാസിസം അടയാളപ്പെടുത്തുവാൻ വേണ്ടി ഇന്ത്യയിലെ മതഫാസിസ്റ്റ് ഗവൺമെന്റ് 3 ആയുധങ്ങളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് സാങ്കേതിക വിദ്യ, മറ്റൊന്ന് മതം എന്നിവയാണ്. അതിൽ വിദ്യാഭ്യാസത്തെ എങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് ഞാൻ പറഞ്ഞ ചരിത്ര പാഠപുസ്തകത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ. ഇതൊന്നും മനസ്സിലാക്കാതെ അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നതെന്നും കൂടെ തിരിച്ചറിയണം. എന്താ ചരിത്ര പാഠപുസ്തകത്തിൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള പുസ്തകത്തിൽ ഒരു വ്യത്യാസവുമില്ല കേട്ടോ, ഒരു മാറ്റവുമില്ല. ഒരു അവസാനത്തെ ഒരു സെന്റൻസ് മാത്രമേ മാറ്റമുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. ഗാന്ധി ജനിച്ചത്, ഗാന്ധി ജീവിച്ചത്, ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ചെയ്തത്, തിരിച്ചു വന്ന് ഇന്ത്യക്ക് വേണ്ടി ചെയ്തത്, നയിച്ച സമര പ്രസ്ഥാനങ്ങൾ, പങ്കെടുത്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരേ ഒരു സ്ഥലത്താണ് വ്യത്യാസമുള്ള ഗാന്ധിയുടെ കാര്യത്തിൽ. എന്താണെന്നറിയോ? 1948 ഇന്ന മാസം ഇന്ന തീയതി ഗാന്ധിജി അന്തരിച്ചു എന്ന്. ആ ഇടത്തിൽ മാത്രമാണ് വ്യത്യാസം. എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമുക്ക്? എന്തെങ്കിലും സത്യമല്ലേ? അത് സത്യമാണല്ലോ. ആ ദിവസം ഗാന്ധിജി അന്തരിച്ചല്ലോ. പക്ഷേ നമ്മൾ പഠിച്ചത് അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ? ഇപ്പോഴും അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പരിഷ്കരണമൊന്നും ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചിരുന്നത് 1948 ആ മാസം ആ ദിവസം ഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തൻ വെടിവെച്ച് കൊന്ന് രക്തസാക്ഷിയായി എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ പാഠപുസ്തകങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒഴിച്ച് ഇപ്പോഴുള്ള എല്ലാ പാഠപുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത് 48 ഇന്ന ദിവസം ഗാന്ധിജി അന്തരിച്ചു എന്നാണ്. ഈ അന്തരിച്ചു എന്ന വാക്ക് വന്നപ്പോൾ ചില ആളുകൾ അവരോട് ചോദിച്ചു, NCERT എന്ന് പറയുന്ന പാഠപുസ്തകത്തിലെ ഗവേഷകർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാഠപുസ്തക നിർമ്മാണ സമിതിയിലെ ഫാസിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റ് ഗവേഷകരോട്, പണ്ഡിതന്മാരോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ അതിനെന്താ കുഴപ്പം? എല്ലാവരും മരിക്കുമല്ലോ എന്നാണ് അവർ പറയുന്നത്. അതിൽ വലിയ പ്രാധാന്യമില്ല. ഒരാൾ അന്തരിക്കുക, ജനിക്കുക, മരിക്കുക, ആ കാര്യം പഠിച്ചാൽ മതി കുട്ടി. എല്ലാവരും മരിക്കുമല്ലോ. മരിക്കുന്നതിന് എല്ലാവർക്കും ഓരോ കാരണമുണ്ടാകും. ചില ആളുകൾ വാർദ്ധക്യ സഹജമായി മരിക്കും, ചില ആളുകൾ അപകടങ്ങളിൽ പെട്ട് മരിക്കും, ചില ആളുകൾ കൊല്ലപ്പെടും. അത് സ്വാഭാവികമാണ്. എന്തായാലും ആത്യന്തികമായി ചരിത്രത്തിൽ സംഭവിക്കുന്ന അദ്ദേഹം ആ ദിവസം മരിച്ചു എന്നാണ്. അതറിഞ്ഞാൽ മതി എന്നാണ് കുട്ടികൾ. അല്ലാതെ കൊല്ലപ്പെട്ടു എന്ന് എഴുതിയാൽ കുട്ടികൾ ചോദിക്കും. നമുക്കറിയാം, ഈ ഫാസിസ്റ്റുകൾക്കറിയാം നമ്മുടെ കുട്ടികൾ, അതാണിപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുട്ടികൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നവർ മാത്രമല്ല, അവർ ഉത്തരങ്ങളെ ചോദ്യം ചെയ്യുന്നവർ കൂടെയാണ് എന്നറിയാം. അതുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് എഴുതുമ്പോൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് ചോദിക്കും. അപ്പോൾ ഉത്തരം പറയേണ്ടി വരും. വെടിവെച്ചു കൊല്ലപ്പെട്ടു. ആര് വെടിവെച്ചു എന്ന് ചോദിക്കും. അപ്പോൾ ആളിന്റെ പേര് പറയേണ്ടി വരും. അപ്പോൾ അവൻ ചോദിക്കും മറ്റാരെങ്കിലും അതിന്റെ പിന്നിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകളുടെ എല്ലാം പേര് പറയേണ്ടി വരും. അതിലൊരാളിന്റെ പടം ഇപ്പോൾ ഗാന്ധിയുടെ നേരെ പാർലമെന്റിൽ വച്ചിട്ടുണ്ടല്ലോ സാർ എന്ന് ചോദിക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ചോദ്യങ്ങൾ റദ്ദ് ചെയ്യുക എന്നതാണ് ഫാസിസം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അന്തരിച്ചു എന്ന വാക്ക് അവിടെ വരുന്നത്.